ചെറുപ്പക്കാരൻ്റെ പേര് ശ്രീകുട്ടൻ. അദ്ദേഹം കൈരളി ഫുഡ്സ് കമ്പനി ട്രേഡിംഗ് കമ്പനി എന്ന നല്ലൊരു ബിസിനസ് ഇവിടെ കൊറ്റമ്മം പാറശാലയിൽ നടത്തുകയാണ്. നിറക്കൂട്ട്, ആ കാണുന്ന പോലെ നിറക്കൂട്ട് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ബ്രാൻഡിൻ്റെ പേര്. അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്ന ബിസിനസ്സിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നമസ്കാരം ശ്രീകുട്ട. ശ്രീകുട്ട, ഈ കൈരളിയിൽ എന്തൊക്കെ ബിസിനസ്സാണ്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയാം. നമ്മള് ഒരു ഫുഡ് പ്രോഡക്ട്സ് കമ്പനിയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് പുട്ടുപൊടി, നമ്മുടെ മുളക്, മല്ലി, മഞ്ഞൾ അങ്ങനെയുള്ള സാധനങ്ങളാണ്. അതിൻ്റെ അകത്ത് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വളരെ സൂക്ഷ്മമായിട്ട് എടുത്ത ക്വാളിറ്റി, അത് നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രൊക്യൂർ ചെയ്ത് അതിന്റെ പ്രോസസ്സിംഗ് എല്ലാം ചെയ്ത് അത്രമാത്രം വാല്യൂയോടെയാണ് നമ്മളത് പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്നത്. അത് നല്ല റിവ്യൂസും കാര്യങ്ങളും വരുന്നുണ്ട്. അത്ര നല്ല പ്രോഡക്റ്റ്സ് ആണെന്നുള്ളൊരു ഫീഡ്ബാക്ക് വരുന്നുണ്ട്. ധൈര്യത്തോടെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നല്ല ഫീഡ്ബാക്ക് ആണ് തിരിച്ചു വരുന്നത്. ലൈക്ക് സാധനം കൊള്ളാം, അല്ലെങ്കിൽ ഇത്തിരി ദൂരെ നിന്നാണെങ്കിൽ അവർ വന്നിട്ട് പറയും ഞാൻ അത് കേട്ടിട്ടാണ് ഞാൻ വരുന്നത്, ഇത് ഇന്നൊരാൾ പറഞ്ഞു സാധനം കൊള്ളാന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്ന് അത് മേടിക്കാൻ തയ്യാറാണ്. അപ്പൊ സ്പൈസസിന്റെ പൗഡേഴ്സ് ഉണ്ട്, പുട്ടുപൊടി, അപ്പംപൊടി, ദോശപ്പൊടി, അതെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ഹോൾ സ്പൈസസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോഴായിട്ട് ലോഞ്ച് ചെയ്തത് നമ്മുടെ മില്ലറ്റ് ഉണ്ട്. മില്ലറ്റ് എല്ലാത്തിലും നമ്മളോട്ട് കയറിയിട്ടുണ്ട്. മില്ലറ്റിന്റെ പുട്ടുപൊടി നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ പുട്ടുപൊടി എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വരുന്നത് നമ്മുടെ ദോശ മിക്സ്, അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തിന്റെ കൂടെ ഒരു മിക്സ് ആയിട്ട് മില്ലറ്റ് ചേർത്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരു ട്രാൻസ്ഫർ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ, അതായത് അരി അല്ലെങ്കിൽ ഗോതമ്പായിട്ടുള്ള ഒരു ഫുൾ ഇതിന് പകരം അറ്റ്ലീസ്റ്റ് ഒരു പകുതിയെങ്കിലും നമുക്കത് മില്ലറ്റിലോട്ട് മാറ്റാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ഈ കറി പൗഡർ, അതുപോലെ വളരെ പുട്ടുപൊടി അതുപോലെയുള്ള സാധനങ്ങളിലേക്ക് വരാൻ എന്താ കാര്യം? വേറൊന്നുമില്ല, നമ്മൾ പണ്ടേ നമുക്ക് താല്പര്യം ഉണ്ടായിരുന്ന ഒരു ഫീൽഡായിരുന്നു ഫുഡ്. അപ്പൊ അതിന്റെ അകത്ത് നമ്മള് ഇത്ര സ്നേഹത്തോടെ അല്ലെങ്കിൽ നമ്മൾ സൂക്ഷ്മതയോടെ ചെയ്യുന്നതിന് അതിനെക്കാട്ടും നല്ല റിവാർഡിംഗ് ആയിട്ടുള്ള വേറൊരു പ്രോഡക്റ്റ് ഇല്ല. ലൈക്ക് അത്രയും ക്വാളിറ്റിയോടെ നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊരു ലോങ് ലൈഫിൽ നമ്മുടെ ഒരു ഇമേജിനെ, അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ് എന്ന സാധനത്തിൽ ക്രെഡിബിലിറ്റി ഉള്ള ഒരു സംഭവമാണ്. നല്ലൊരു കമ്പനി ആയിട്ട് നമ്മൾ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത്. ശ്രീകുട്ടൻ എന്താ പഠിച്ചത്? ഞാൻ MBA ആണ്. MBA ചെയ്തത്. അപ്പൊ ഒരു ബിസിനസ് ആംഗിളിൽ നോക്കിയോ ഇതിനെ? അഫ്കോഴ്സ് അത് പ്രോഫിറ്റബിലിറ്റിനെക്കാട്ടിയും കൂടുതലായിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണല്ലോ നമ്മൾ നോക്കുന്നത്. അത് ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന്റെ ഒരു വാല്യൂ ആണ് നമ്മൾ കൂട്ടുന്നത്. അപ്പൊ ആ ലെവലിൽ അതും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. ഇതിന്റെ ഒരു പർച്ചേസിംഗ് ഒക്കെ എവിടെ നിന്നാണ് നടത്തുന്നത്? നമുക്കിപ്പോ ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്. അതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ ക്ലയൻസ് ഉണ്ട്. അവരുടെ നിന്നൊക്കെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സംസാരിച്ച് നമുക്ക് വേണ്ട ക്വാളിറ്റി നമ്മൾ അതിന്റെ സാമ്പിളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് 2-3 വട്ടം മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പ്രൊക്യൂർമെന്റ് നടത്തുന്നത്. ചില സാധനങ്ങളൊക്കെ നമ്മൾ നേരിട്ട് തന്നെ പോകുന്നുണ്ട്. ഇപ്പൊ രാജ്കോട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഗോതമ്പിന്റെ കാര്യത്തിനും. അതിനുശേഷം ഇനിയിപ്പോ ഗുണ്ടൂരിലോട്ടും കാര്യങ്ങളൊക്കെ നേരിട്ടാണ് പോയി നമ്മൾ സാധനങ്ങൾ എടുക്കുന്നത്. ഇതിന് സ്കേസിറ്റി വരുമോ കിട്ടാനായിട്ട്, ഏതെങ്കിലും ഈ റോ മെറ്റീരിയൽ ആയിട്ടുള്ള സാധനങ്ങൾ? ചില സമയത്ത് ഓഫ് സീസൺ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും. അതിന്റെ അകത്ത് റേറ്റ്സിന്റെ ഫ്ലക്ച്വേഷൻ നല്ലോണം ബാധിക്കുന്ന ഒരു സംഭവമാണ്. അത് ലൈക് നമ്മുടെ സീസണിൽ എടുത്തു വെക്കുക. നമ്മള് ഒരു MSME ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി സാധനങ്ങൾ ഉടനെ അങ്ങനെ മേടിച്ച് വെക്കാറില്ല. നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി അത്രയും മാത്രമേ മേടിച്ച് വെക്കാറുള്ളൂ. ഓവർഫിൽ ചെയ്യാറില്ല. നമ്മള് കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് നമ്മൾ നേരത്തെ സ്റ്റോക്കപ്പ് ചെയ്യത്തില്ല. പക്ഷെ സ്റ്റോക്കപ്പ് ചെയ്യുന്നത് ഓവറായിട്ട് നമ്മൾ ചെയ്യാറില്ല. അത് ഒരു ഫില്ലായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കത്തില്ല എപ്പോഴും. ഇത് നിങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടുമോ? ക്രെഡിറ്റ് കിട്ടുന്നത് നമുക്ക് പർച്ചേസിംഗിന്റെ അകത്ത് നമ്മൾ കുറെ കാലം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില കസ്റ്റമേഴ്സ്, ചില ക്ലയൻസ് മാത്രം നമുക്ക് ബിൽ ടു ബിൽ ആക്കി തരും. ഈ മില്ലറ്റ് ഒക്കെ നിങ്ങൾ കർണാടകയിൽ നിന്നൊക്കെ നേരിട്ട് കൊണ്ടുവരാറുണ്ടോ? മില്ലറ്റ് കർണാടക എന്നല്ല, നമുക്കിപ്പോ വരുന്നത് ട്രിച്ചി എന്നൊരു കമ്പനിയാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. അവിടെ നമുക്ക് വേണ്ട നമുക്കൊരു 5 മില്ലറ്റ്സ് ഉണ്ടായിരുന്നു. അവരുടെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അതും ഈ പറഞ്ഞ മാതിരി ഷോർട്ടേജ് വരാണ്ട് കിട്ടുന്നുണ്ടോ? കുഴപ്പമില്ല. അപ്പൊ മില്ലറ്റ് ഇപ്പൊ പുതിയൊരു ഫോക്കസ് ഏരിയ അല്ലെ? ഈ വർഷം മില്ലറ്റ് ഇയർ ആണ്. ഒത്തിരി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഹെൽത്തി ഫുഡാണ് വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ ഫുഡ് ഇൻഡസ്ട്രി എന്നാണ് പറയുന്നത്. അതെ, അപ്പൊ അതിന്റെ ഒരു ഇതൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഈ പ്ലാന്റിൽ എത്ര രൂപയുടെയൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്? നമുക്കിപ്പോൾ ഇതിന്റെ മെഷീനറി ലെവലിൽ നോക്കി കഴിഞ്ഞാൽ 3 CR ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഓഡിറ്റോറിയം ഒക്കെ നിങ്ങളുടെ തന്നെയാണ്. അതെ, ഒരു 3 CR ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്ലാന്റ് സെറ്റപ്പ് ചെയ്തത്. ഇപ്പൊ എത്ര വർക്കേഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ? നമുക്കൊരു 15ഓളം ആൾക്കാരുണ്ട്. 15ഓളം ജോലിക്കാരുണ്ട്. എല്ലാം കൂടി ഒരു 3 CR ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇത് ഏതെങ്കിലും സ്കീമിൽ വെച്ചിട്ടാണോ ലോണൊക്കെ എടുത്തത്? KFC വഴിയാ? നമ്മള് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു നമ്മുടെ
കേരള ആഗ്രോ ഇൻഡസ്ട്രീസിന്റെ ആ ഒരു രീതിയിൽ നമ്മളൊരു ലോൺ സ്കീമിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബേസിക്കലി വേറെ നമ്മള് ചെയ്തിരിക്കുന്ന നമുക്ക് ഇത്ര ഒരു സബ്സിഡി നമുക്ക് തിരിച്ചു വരുന്നതാണ്. അതിന്റെ സബ്വെൻഷനും കാര്യങ്ങളും പോയിട്ട് ഒരു സ്കീമിൽ നമുക്ക് ഇത്ര ഒരു ഓൾമോസ്റ്റ് 40 lakhs വരെ നമുക്ക് തിരിച്ചു വരുന്ന രീതിയിലൊരു സ്കീമുണ്ട്. പക്ഷെ അതിന്റെ എലിജിബിലിറ്റി വേറെയാണ്, ക്രൈറ്റീരിയയും കാര്യങ്ങളും വേറെയാണ്. പിന്നെ അല്ലാതെ നമുക്ക് വരുന്ന ഒരു സബ്വെൻഷൻ നമ്മുടെ കേരള ആഗ്രോ വഴിയാണ്. അതിന്റെ അകത്ത് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റിന്റെ അകത്ത് ഒരു ചെറിയൊരു റേറ്റ് ഇളവുണ്ടാവും. അതൊക്കെ നമ്മൾ അവൈൽ ചെയ്യുന്നുണ്ട്, അതൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിലൊരു വിൽപ്പന മോസ്റ്റ്ലി എവിടെയാണ് നടത്തുന്നത്? നമ്മളിപ്പോ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ലോക്കൽ മാർക്കറ്റ് തന്നെയാണ്. നമുക്ക് ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ട്രിവാൻഡ്രം നമ്മൾ തമിഴ് സൈഡ് നമ്മൾ ബോർഡർ ആയതുകൊണ്ട് തന്നെ തമിഴ്നാട് സൈഡിൽ കൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് ഇപ്പൊ പത്തനംതിട്ടയിൽ നമ്മുടെ കൊല്ലം വരെയൊക്കെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരിട്ട് കൊടുക്കാണോ അതോ? നമുക്ക് ഡയറക്റ്റ് ആണ് നമ്മൾ കൂടുതൽ താല്പര്യപ്പെടുന്നത്. പിന്നെ ഈ ഇത്തിരി ദൂരെയുള്ള സ്ഥലങ്ങളാകുമ്പോൾ അവിടെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് നമ്മൾ ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂട്ടർ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ നിറക്കൂട്ട് എന്നുള്ള ബ്രാൻഡ്. നിങ്ങളുടെ പ്രോഡക്റ്റിനും മറ്റ് പ്രോഡക്റ്റുകളുമായിട്ട് എന്താണ് ഒരു ഗുണം, വ്യത്യാസം? നമ്മള് ടൈം സ്റ്റേക്കിംഗ്ലി എടുത്തിട്ടാണ് നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് അത്രമാത്രം ആലോചിച്ച് അത്രമാത്രം ടെസ്റ്റിംഗ് ചെയ്തിട്ട് നമ്മൾ ഓരോ ബാച്ച് എടുക്കുമ്പോഴും അതിന്റെ ഫുഡ് ടേസ്റ്റ് വരെ ചെയ്തിട്ടാണ് നമ്മൾ അത് ഓരോ പ്രാവശ്യം വെളിയിൽ ഇറക്കുന്നത്. നമ്മുടെ ഫീഡ്ബാക്ക് വളരെ എൻകറേജിംഗ് ആണ് നിങ്ങളെ സംബന്ധിച്ച്. അതെ, നമ്മൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടാണ് അത് കാണുന്നത്. ബിക്കോസ് ഇനി ചെറിയൊരു ഫീഡ്ബാക്ക് ആണെങ്കിൽ പോലും നമുക്കത് അത്ര സൂക്ഷ്മതയോടെ നമ്മൾ നോക്കി അടുത്തൊരു ബാച്ചിൽ അതെന്താണ് ചിലപ്പോൾ ഡ്രൈ ആയി പോയി അല്ലെങ്കിൽ പൊടി കൂടുതൽ വേണ്ടി വന്നു നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് വരും. അപ്പൊ എന്തായാലും ക്വാളിറ്റി നമ്മുടെ ഒരു കൺസേൺ ആണ്. ക്വാളിറ്റി നമ്മളൊരു കൺസേൺ ആണ്, നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് അത് തന്നെയാണ്. അതിന്റെ അത് വിട്ടുവീഴ്ചയില്ല. അപ്പൊ അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചവര് ഇത് പരസ്പരം മൗത്ത് പബ്ലിസിറ്റിയിലൂടെ അതെ അതാണ് നമുക്ക് കൂടുതലായിട്ട് ബെനിഫിറ്റ്. അതാണ് താങ്കൾക്ക് ബെനിഫിറ്റ് ആയിട്ട് വന്നത് ശ്രീകുട്ടന്. വേറൊരു കാര്യം, ഇതിന് ക്രെഡിറ്റ് ഒത്തിരി പോകും ഈ മാർക്കറ്റിൽ, ഒരുപാട് പോകുന്നുണ്ട്. അത് പ്രശ്നമാകുന്നുണ്ടോ? പ്രശ്നമാകുന്നുണ്ടോ വെച്ചാൽ അത് കറക്റ്റ് ആയിട്ട് തിരിച്ചു വരുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ലൈക്ക് ഒരു 6 മാസം 2 മാസം അല്ലെങ്കിൽ ഒരു 15 days കറക്റ്റ് ക്രെഡിറ്റ് ആണ് പോകുന്നെങ്കിൽ അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അത് കുറച്ചുകൂടെ ഡിലേ ആവുമ്പോൾ അതിനുള്ളൊരു മോസ്റ്റ് വലിയ പ്രോബ്ലം ഇല്ലാതെ പോകുന്നു പറയാൻ വേണമെങ്കിൽ അല്ലെ? ക്രെഡിറ്റ് വലിയൊരു വില്ലനായിട്ട് വരുന്നില്ല അല്ലേ? ഒരു വണ്ടി വന്നിട്ടുണ്ട്, അതാ. ഇപ്പൊ നമ്മളെ 15ഓളം വർക്കേഴ്സ് ഉണ്ട്, 3 CR ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇതൊക്കെ ബേസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എത്ര രൂപയുടെയൊക്കെ ഒരു ടേൺ ഓവർ ഉണ്ടാവും പ്രതിമാസം നോക്കി കഴിഞ്ഞാൽ? ഒരു 50 ലക്ഷം രൂപയുടെയൊക്കെ ഉണ്ടാവില്ലേ? അല്ല, നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യാനൊക്കെ പറ്റും. GST ഒക്കെ നമ്മൾ കൊടുക്കുന്നത്? അതെ 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 അതെ, അതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ബില്ല് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഒരു 50 ലക്ഷം രൂപയുടെയൊക്കെ ഒരു ടേൺ ഓവർ പെർ മന്ത് ആണോ? പെർ മന്ത് അല്ല, നമുക്ക് 50 lakhs വരും. 50 lakhs ടേൺ ഓവർ ഉണ്ടാവും. ഇപ്പൊ ഈ പൊടി ലെവലിൽ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ ഇപ്പൊ നിങ്ങളുടെ ചിക്കൻ മസാല, ഫിഷ് മസാല, അതൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഐറ്റമാണ് അല്ലേ? അതെ 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 അതെ. ഇതിനൊക്കെ ഒരു 20-30% ഒക്കെ ഒരു പ്രോഫിറ്റ് മാർജിൻ പ്രതീക്ഷിക്കാമോ? 20% ഒക്കെ കുഴപ്പമില്ല. 20% നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ആവറേജ് ആണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ചേച്ചി, ചേച്ചി, ഞാൻ, അമ്മ, അച്ഛൻ, വൈഫിന്റെ പേരെന്താ? വൈഫ് അപർണ. അപർണ. അച്ഛന്റെ പേരൊന്ന് പറഞ്ഞ്? ശ്രീകുമാർ. അമ്മയുടെ പേര് പറഞ്ഞ്? ഉഷാദേവി. അപ്പൊ നിങ്ങള് ഒരു മോനെ ഉള്ള? എന്തിനല്ലേ അധികം. അപ്പോ ഈ ശ്രീകുട്ടന്റെ ബിസിനസ് മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള ഒരു ഉൽപ്പന്നം, അതായത് കറി പൗഡറുകളും അതുപോലെ ദൈനംദിനം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന അരിപ്പൊടികളും മറ്റു സാധനങ്ങളും എല്ലാം ചേർന്നുകൊണ്ടുള്ള ശ്രീകുട്ടന്റെ ഈ വലിയൊരു ബിസിനസ് അത് കുറെക്കൂടി ലോകം അറിയപ്പെടുന്ന ബ്രാൻഡായി നിറക്കൂട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ഭാഗങ്ങളും ഇത്ര ചെറുപ്പത്തിൽ ഇത് വലിയൊരു റിസ്ക് ഏറ്റെടുത്ത് അതുകൊണ്ട് അതെ. അപ്പൊ ഞങ്ങളുടെ എല്ലാ പിന്തുണയും എല്ലാ ഭാഗങ്ങളും നേരുന്നു. താങ്ക് യു.